ഇന്ത്യ US വ്യാപാര കരാർ ചർച്ചകൾ അന്തിമഘട്ടത്തിലെത്തുമ്പോൾ ചോളത്തിന്റെയും സോയാബീനിന്റെയും ഇറക്കുമതി നിയന്ത്രണങ്ങൾ നീക്കണമെന്ന അമേരിക്കയുടെ ആവശ്യമാണ് പ്രധാന ശ്രദ്ധാകേന്ദ്രം. എന്തുകൊണ്ടാണ് ഈ കാർഷികോൽപ്പന്നങ്ങൾ ചർച്ചകളിൽ കേന്ദ്രബിന്ദുവാകുന്നതെന്ന് പരിശോധിക്കാം. പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി ഇന്ത്യ വർഷാവസാനത്തോടെ നിർത്താൻ സാധ്യതയുണ്ടെങ്കിലും വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ റഷ്യയിൽ നിന്നുള്ള വില കുറഞ്ഞ എണ്ണയുടെ ഇറക്കുമതി മാത്രമല്ല വ്യാപാര കരാറിന് തടസ്സം. അമേരിക്കയിൽ നിന്നുള്ള കാർഷികോൽപ്പന്നങ്ങളുടെ ഇറക്കുമതി നിയന്ത്രണങ്ങളും ഒരു പ്രധാന പ്രശ്നമാണ്. അമേരിക്ക ഇന്ത്യക്ക് വിൽക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാന ഉൽപ്പന്നങ്ങൾ ചോളവും സോയാബീനുമാണ്. എത്തനോൾ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ഇന്ത്യ ചോളത്തെ ആശ്രയിക്കുന്നുണ്ട്. എന്നാൽ നിലവിൽ ഇറക്കുമതി ചെയ്യുന്ന ധാന്യങ്ങളിൽ നിന്ന് എത്തനോൾ നിർമ്മിക്കുന്നതും ജനിതക മാറ്റം വരുത്തിയ ഭക്ഷ്യവിളകളും ഇന്ത്യ നിയമപരമായി നിരോധിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ കൂടുതലും ജനിതക മാറ്റം വരുത്തിയ ചോളമാണ് കൃഷി ചെയ്യുന്നത്. ഈ ചോളത്തിൽ നിന്ന് നിർമ്മിക്കുന്ന എത്തനോൾ ഗ്യാസോലീനുമായി കലർത്താൻ മാത്രമേ ഉപയോഗിക്കൂ എന്നും ഇന്ത്യൻ കാർഷിക മേഖലയിലേക്ക് പ്രവേശിക്കില്ല എന്നും അമേരിക്ക വാദിക്കുന്നുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ സോയ ഇറക്കുമതി ചെയ്യുന്നത് ചൈനയാണ്. എന്നാൽ താരിഫ് കാരണം അമേരിക്കൻ സോയയ്ക്ക് ചൈനയിൽ ചെലവേറി. ഇതോടെ ചോളം, സോയ എന്നിവ വിൽക്കാൻ അമേരിക്ക പുതിയ വിപണിയായി ഇന്ത്യയെ ഉറ്റുനോക്കുന്നു. ചെറുകിട കർഷകരുടെ ഉപജീവന മാർഗം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി അമേരിക്കൻ ധാന്യങ്ങൾക്കും പാലുൽപ്പന്നങ്ങൾക്കുമുള്ള വിപണി പ്രവേശന നിർദ്ദേശങ്ങളെ ഇന്ത്യ മുൻപേ തള്ളിയിരുന്നു. എങ്കിലും നിലവിലെ വ്യാപാര വ്യവസായ വൃത്തങ്ങൾ പറയുന്നത് ചോളത്തിന്റെയും സോയയുടെയും ഇറക്കുമതിക്ക് ഇന്ത്യ അനുമതി നൽകുന്നത് പരിഗണിക്കുന്നുവെന്നാണ്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.